മൃത്യുവിനെ കീഴടക്കിയ ഹനുമാൻ. യമധർമ്മനെ നടുക്കിയ മഹായുദ്ധം. മരണമില്ലാത്ത ഹനുമാനും യമധർമ്മരാജനും തമ്മിൽ നടന്ന ആ മഹായുദ്ധത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? യമരാജനെപ്പോലും ഭയപ്പെടുത്തിയ ഹനുമാന്റെ വിശ്വരൂപത്തിന്റെ കഥയാണിത്. മാതൃസ്നേഹവും ഹനുമാന്റെ രുദ്രകോപവും. ഒരിക്കൽ അഞ്ജനാദേവിയുടെ ജീവൻ എടുക്കുന്നതിനായി യമധർമ്മൻ നേരിട്ടെത്തി. തന്റെ മാതാവ് ജീവനറ്റുകിടക്കുന്നത് കണ്ട ഹനുമാന്റെ കരച്ചിൽ അടുത്ത നിമിഷം തന്നെ രുദ്രകോപമായി മാറി. ഇന്ന് എന്റെ അമ്മ ജീവനോടെ തിരിച്ചുവരും, അല്ലെങ്കിൽ ഈ ലോകത്ത് മരണമെന്ന അവസ്ഥ തന്നെ അവസാനിക്കും എന്ന് ഹനുമാൻ ഗർജിച്ചു. യമലോകത്തെ വിറപ്പിച്ച വിശ്വരൂപം. കോപത്താൽ വിശ്വരൂപം പ്രാപിച്ച ഹനുമാൻ മിന്നൽ വേഗത്തിൽ യമലോകത്തെത്തി. അദ്ദേഹത്തിന്റെ ഗദയുടെ ഒരൊറ്റ അടിയിൽ യമലോകത്തിന്റെ വാതിലുകൾ തകർന്നുതരപ്പണമായി. യമദൂതന്മാരെ തന്റെ കൈക്കരുത്തുകൊണ്ട് ഹനുമാൻ തകർത്തെറിഞ്ഞപ്പോൾ യമലോകം മുഴുവൻ വിറച്ചുപോയി. യമദണ്ഡും ഹനുമാന്റെ കരുത്തും നേർക്കുനേർ പോരാടിയ യമരാജൻ കാലത്തിന്റെ പരമശക്തിയായ യമദണ്ഡ് ഹനുമാന് നേരെ പ്രയോഗിച്ചു. ഏതൊരു ജീവനെയും ഇല്ലാതാക്കാൻ ശേഷിയുള്ള ആ ഭയങ്കര ആയുധത്തെ ഹനുമാൻ തന്റെ കൈകൾ കൊണ്ട് പിടിച്ച് കഷ്ണങ്ങളായി ഒടിച്ചുകളഞ്ഞു. യമൻ സൃഷ്ടിച്ച മായാരൂപങ്ങളെല്ലാം ഹനുമാന്റെ ശക്തിക്ക് മുന്നിൽ വെണ്ണീറായി. ത്രിമൂർത്തികളുടെ ഇടപെടൽ. ഹനുമാൻ മഹാകാലനായി മാറി യമനെ തന്നെ വിഴുങ്ങാൻ തുനിഞ്ഞപ്പോൾ പ്രപഞ്ചം മുഴുവൻ നടുങ്ങി. അപ്പോൾ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ഹനുമാനെ ശാന്തനാക്കി. നീ മരണത്തിന്റെ അഹങ്കാരത്തെ കീഴടക്കി കഴിഞ്ഞു. അമ്മയുടെ സ്നേഹം വിധിയേക്കാൾ ശക്തമാണ് എന്ന് പറഞ്ഞ് അവർ അഞ്ജനാദേവിക്ക് പുനർജന്മം നൽകി. അന്നു മുതൽ ഹനുമാന്റെ നാമം ചൊല്ലുന്നിടത്ത് പ്രവേശിക്കാൻ യമധർമ്മൻ പോലും ഭയപ്പെടും എന്ന വരം നിലവിൽ വന്നു. ഒരു ഭക്തനായും മകനായും മരണത്തെപ്പോലും എതിർത്ത ഹനുമാന്റെ ഈ വീരകഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള രസകരമായ കഥകൾ മിസ് ചെയ്യാതെ കാണാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.